Hi dears, welcome back. ഇന്ന് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള 3 ചേരുവ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കസ്റ്റാർഡൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയിട്ട് നല്ല അടപ്പുള്ളൊരു പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ, പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏതാണ് ഫ്ലേവർ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വനില എസൻസ് ഈ ഒരു സമയത്ത് ചേർക്കണമെന്നൊന്നുമില്ല, അവസാനം നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പാകത്തിന് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രം. പിന്നെ സാധാരണ കസ്റ്റാർഡ് പൗഡർ ഒരു യെല്ലോ കളറിലാണല്ലോ ഉണ്ടാവാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു കളറ് ചേർത്ത് കൊടുക്കണം എന്നില്ല, ഫോട്ടോയിലൊരു ഭംഗിക്കൊക്കെ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കുമ്പോൾ കളർ ചേർത്തിട്ടില്ലെങ്കിൽ മഞ്ഞ കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇവ രണ്ടും ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വെച്ചിട്ട് കസ്റ്റാർഡ് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൽ പഞ്ചസാര ചേർത്തത് കാരണം ഓൾറെഡി ചെറുതായിട്ട് മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കട്ടിക്കാണ് ഈ ഒരു കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കസ്റ്റാർഡിൻ്റെ അതേ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് ഉള്ളത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.